ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെറ്റ്ലാങ് ക്രാഫ്റ്റ്സ്. ഇന്നത്തെ വീഡിയോ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വൈഷ്ണോദേവി ടെമ്പിളിനെ പറ്റിയാണ്. ഇത് ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് യാത്ര പോകുന്നത്, കാര്യങ്ങൾ, അമ്പലത്തിൻ്റെ ഫുൾ കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. ഞങ്ങൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിരുന്നു. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ജമ്മുവിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഒരു 50 കിലോമീറ്ററാണ് വൈഷ്ണോദേവിയിലേക്ക് പോകാനുള്ള സ്ഥലം. ആ സ്ഥലത്തിന് കട്ര എന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് ട്രെയിനുണ്ട്. ഡൽഹിയിൽ നിന്ന് തന്നെ ട്രെയിനുണ്ട്. 1 നൈറ്റേ ഉള്ളൂ. വൈഷ്ണോമാധവ് ദേവി കട്ര റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര്. ഫുൾ ആൾക്കാരും വൈഷ്ണോദേവി ടെമ്പിളിലേക്ക് പോകാനുള്ളവരായിരിക്കും. ഇനി നമുക്ക് ദേവിയുടെ അടുത്ത് നമുക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതാണ്. നമുക്ക് താഴെ നിന്നും 5200 ഫീറ്റ് ദൂരെയാണ് ദേവിയുടെ ടെമ്പിള്. 12-13 കിലോമീറ്റർ ഉണ്ട് കട്ര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പോകാൻ. എല്ലാവരും നടന്നാണ് കൂടുതലും പോകുന്നത്. പിന്നെ ചൂട് സമയത്ത് ഈവനിങ്ങിൽ നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇലക്ട്രിക് കാർ പകുതി വഴി വരെ പോകും. വാക്കിംഗ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ശിവ ടെമ്പിളുണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമുക്ക് ഹെലികോപ്റ്റർ ഉണ്ട്. ഓൺലൈൻ വഴി നമുക്കത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം. 4200 2 സൈഡിലേക്ക്, 1 സൈഡിലേക്ക് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു 2.5 കിലോമീറ്റർ പിന്നെ നടക്കാനുണ്ട്. അത് പക്ഷേ ഇറക്കമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പോകേണ്ടവർക്ക് നമുക്ക് കുതിരപ്പുറത്ത് പോകാൻ പറ്റും. പിന്നെ എടുത്തുകൊണ്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയും പോകാൻ പറ്റും. പക്ഷേ എല്ലാ അറേഞ്ച്മെൻറ്റും നല്ല അറേഞ്ച്മെൻറ്റാണ് അവിടുത്തെ അമ്പലത്തിൽ ചെയ്തേക്കുന്നത്. താഴെ നമുക്ക് ഹെലിപ്പാഡിൻ്റെ അടുത്ത് വന്നിട്ട് അവരെല്ലാം നമ്മളെ ചെക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ വെയിറ്റൊക്കെ നോക്കിയതിന് ശേഷമാണ് ഹെലികോപ്റ്ററിൽ കയറ്റി വിടുന്നത്. താഴെ നിന്ന് തന്നെ അവരുടെ വണ്ടിയുണ്ട്. വണ്ടിയിൽ കൊണ്ടുവന്ന് ഹെലിപ്പാഡിൻ്റെ അടുത്ത് കൊണ്ടുവിടും. അതേപോലെ നമ്മുടെ ബാഗ്, ഫോണ് ഒന്നും അലോഡല്ല. എല്ലാം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ തിരിച്ചു തരികയും ചെയ്യും. പിന്നെ നമുക്ക് ഇറങ്ങി നടക്കുമ്പം നടന്നു പോകുമ്പോൾ നല്ല സീനറികളൊക്കെയാണ്. പക്ഷേ എല്ലാവരും പറയുന്നത് കട്ര വഴി നടന്നു പോകുന്ന വഴിയാണ് ഏറ്റവും സൗന്ദര്യം. ഇതെല്ലാം വലയിട്ട് മൂടിയേക്കാണ്. എല്ലായിടം മൃഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം വലയിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് ചെയ്തേക്കണം. ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അത്ര നല്ലതായിട്ടാണ് ഓരോന്നും ആ ടെമ്പിൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അവരുടെ വരുമാനത്തിനനുസരിച്ച് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 2 പ്രാവശ്യവും പോയപ്പോൾ ഹെലികോപ്റ്ററാണ് പോയത്. എനിക്കിനി ഒരു പ്രാവശ്യം നടന്നു പോകണമെന്നുണ്ട്. ഇനി നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഒഴിഞ്ഞായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലെ വ്യൂസ് ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ് ഫുള്ള് അമ്പലത്തിൽ. അതുപോലെ തന്നെ പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദേവി ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്തോട്ട് മൊബൈലോ കാര്യങ്ങളോ ബാഗോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നല്ല സെക്യൂരിറ്റിയാണ്. അവിടെ ഇത്ര ഇഷ്യൂസൊന്നും ഇല്ല. എന്നാലും ശരി, ഭയങ്കര സെക്യൂരിറ്റിയാണ് അവിടെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ഹോട്ടലെല്ലാം ബുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈൻ വഴി തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ അറേഞ്ച്മെൻറ്റും ഉണ്ട്. പിന്നെ 24 ഹവേഴ്സ് ടെമ്പിൾ ഓപ്പൺ ചെയ്തിട്ടേക്കും. അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ കടകളും 24 മണിക്കൂറും ഓപ്പണാണ്. അപ്പം ഞങ്ങൾ റൂം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഇപ്പം നമുക്ക് ശരിക്കും ഒരു ഗ്രൂപ്പായിട്ട് പോകാമെങ്കിൽ ഒരു റൂം വേണമെങ്കിൽ എടുത്താൽ മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ നല്ലൊരു ഫുൾ ഫാമിലി ബെഡുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 പേർക്ക് കിടക്കാനുള്ള സെപ്പറേറ്റ് ബെഡുകൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അതിന് പ്രത്യേകം പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ റൂമിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ പിന്നെയും ദേവിയുടെ അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയിരുന്നു. നമുക്ക് നേരത്തെ നമ്മൾ പോലീസിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് പോയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വലിയ ഇഷ്യൂസൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്കുള്ള ആരത്തിക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ പറ്റും. 2000 രൂപയ്ക്ക് ചെയ്യുവാണെങ്കിൽ 3 മണിക്കൂർ നമുക്ക് അതിനകത്തിരുന്ന് അവിടെ ആരത്തി ഫുള്ള് കാണാൻ പറ്റും. അതൊരു ഭയങ്കര ഒരു പവറാണ് നമുക്ക്. അതുപോലെ തന്നെ അത് വെളിയിൽ TV-യിലും കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പണ്ടൊക്കെയാണ് എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞത് ഗുഹയ്ക്കുള്ളിൽ കയറാമായിരുന്നു.
ഇപ്പോൾ ഇപ്പം അത് എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ ഇഴഞ്ഞാണ് അത് കയറുന്നത്. അത്രയും ചെറിയ ഗുഹയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞത് ജനുവരിയിൽ വിൻ്റർ സീസൺ ആകുമ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. അന്നേരം ശിവലിംഗം ഇങ്ങനെ ഐസിൻ്റെ രൂപത്തിൽ വരും. ആ സമയത്ത് ആണ് ആൾക്കാരെ കയറ്റുന്നത്. പിന്നെ നമുക്ക് VIP ദർശനം, അങ്ങനെ 3 ദർശനം. ഇപ്പം ഞാൻ ഈ റൗണ്ട് കാണിച്ചു തന്ന സ്ഥലമാണ് വൈഷ്ണോദേവി ടെമ്പിള്. ബാക്കി ഫുള്ള് അതിൻ്റെ ചുറ്റോടും ഉള്ള കെട്ടിടങ്ങൾ മാത്രമാണ്. നമുക്ക് ദേവിയുടെ തൊഴുതതിന് ശേഷം തൊട്ട് താഴെ ശിവൻ്റെ ഒരു ശിവലിംഗമുണ്ട്. അത് നമ്മൾ ഇതുപോലെ തന്നെ ഗുഹയ്ക്കുള്ളിലാണ് ഫുള്ളും വെള്ളത്തിൽ കൂടി നടന്ന് ആണ് നമ്മൾ ആ ശിവലിംഗം തൊഴാനും പോകുന്നത്. മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 4 മലകൾക്ക് നടുക്കാണല്ലോ ടെമ്പിള്. അതുകൊണ്ട് നമുക്ക് ചൂടൊന്നും അറിഞ്ഞില്ല. രാത്രി നല്ല തണുപ്പായിരുന്നു, നല്ല കാറ്റും. ഇനി ഇവിടുത്തെ കഥ പറയുകയാണെങ്കിൽ നമ്മുടെ ജമ്മു കാശ്മീരിലെ കത്രാപ്പടം സമീപ ത്രികുട പർവ്വതത്തിൽ ഒരു ഗുഹയിലാണ് പ്രസിദ്ധമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 പ്രധാന പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ദേഹിമാത്മ്യം എന്ന് പറഞ്ഞൊരു പുസ്തകം കേട്ട് കാണും. അത് വായിക്കുവാണെങ്കിൽ ഈ 3 പേരുടെയും കഥയാണ് പറയുന്നത്. ഞാനത് വായിക്കാറുണ്ടായിരുന്നു. അതുപോലെ ശ്രീ ദുർഗാ സപ്തശ്ലോകം ഞാൻ ചൊല്ലാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ആയിരിക്കാം, എനിക്ക് ഭയങ്കര വിശ്വാസമായി ഞാനത് ചൊല്ലാറുണ്ടായിരുന്നു ഡെയിലി 7 പ്രാവശ്യം. അപ്പോൾ അതിൻ്റെ ഒരു പവറായിരിക്കാം ചിലപ്പം എനിക്കവിടെ പോകാൻ പറ്റിയത്. ഞാൻ ആ ഭജനയ്ക്ക് വേണ്ടി 3 മണിക്കൂർ ആർത്തിക്ക് വേണ്ടി ഇരുന്നപ്പോൾ ആ ചൊല്ലിയത് മുഴുവനും ഈ ദേവി മഹാത്മ്യത്തിൻ്റെ കഥകളായിരുന്നു. ഇവർ ആ 13 അധ്യായത്തിൽ കുറേ ഭാഗങ്ങൾ എല്ലാ ദിവസവും അവർ ഭജനയായിട്ട് ചൊല്ലുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ദേവിയുടെ ഒരു വിഗ്രഹം ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിരുന്നു. പിന്നെ നമ്മൾ ഭജനയ്ക്ക് കയറ്റി എത്തുമ്പോൾ അവർ റെഡ് കളറിൽ ഒരു ചെറിയൊരു പിന്നെ റെഡ് കളർ ഷോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ മാതായുടെ ഒരു കെട്ടും അവർ. അത് കെട്ടിക്കൊണ്ട് വേണം നമുക്ക് പ്രാർത്ഥിക്കാം. ജയ് മാതാതി എന്ന് പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത്രയും ഭയങ്കര 1 കോടി ആൾക്കാരാണ് ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾ വിചാരിച്ചു വലിയ ആളില്ലെന്ന് വിചാരിച്ചു. തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ അന്നേരം തന്നെ പോയി ദേവിയെ കാണാൻ വേണ്ടി ഞങ്ങൾ തൊഴുതതിന് ശേഷം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. നടന്ന് കയറുന്ന സ്കൈ വോക്ക് ഉണ്ട്, അതിൽ കൂടെ ആൾക്കാർ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം നിൽക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ രാത്രി ഞങ്ങൾ കുറേ കറങ്ങി. അവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അവിടെ ഉണ്ണിയൻ പിന്നെ ഗാർലിക്കും ഇടാത്ത ഫുഡുകളാണ് ഉള്ളത്. ഡൊമിനോ പിസ്സ എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആർത്തിക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് എന്തുമാത്രം ആൾക്കാരാണ് അവിടെ എല്ലാം നിൽക്കുന്നതെന്നറിയാം. അത്രയും തിരക്കാണ്. പക്ഷേ അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും എല്ലാവരും അവനവൻ്റെതായിട്ട് കുളിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പോലീസുകാർ നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പിന്നെ രാത്രി ആകുമ്പോഴത്തെ ഫുൾ ലൈറ്റാണ്. എല്ലാ കെട്ടിടങ്ങളും നല്ല ലൈറ്റാണ്. അതൊരു ഭയങ്കര കാഴ്ച തന്നെയാണ്. നമുക്കിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത്രയും ഇതായിട്ട് തോന്നുന്നില്ല. പല കളറിനായിട്ടിങ്ങനെ വരുമ്പോൾ അത് ഭംഗി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ നവരാത്രി ദിവസം 9 ദിവസം ഇവിടെ ഭയങ്കര പൂജയും കാര്യങ്ങളും തിരക്കുമാണ്. രാത്രി ആയിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഈ നിൽക്കുന്ന എല്ലാം ക്യൂ ആണ്. രാത്രിയിൽ ആ കട്ടറ വഴി കയറി വരുന്ന ആൾക്കാരാണ് ഫുള്ള്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഭൈരവനുണ്ട്. നമ്മൾ ശരിക്കും ദേവിയെ തൊഴുതതിന് ശേഷം ഞങ്ങൾ രാവിലെ ഭജന കഴിഞ്ഞിട്ട് ഭൈരവനെ തൊഴാൻ വേണ്ടി നമുക്ക് റോപ്പ് വേ വഴി നമ്മൾ 100 രൂപയാണ് ഒരാൾക്ക്. അതും എടുത്തതിന് ശേഷം ഞങ്ങളങ്ങനെ കയറി. പക്ഷെ ശരിക്കും നമുക്ക് ദേവിയെ തൊഴുതതിന് ശേഷമേ ഭൈരവനെ തൊഴാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് പിന്നെ നടക്കുവാണെങ്കിൽ ഇറക്കമാണ് വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വൈഷ്ണോദേവിയുടെ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ കയറ്റമാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ദേവിയെ തൊഴുതതിന് ശേഷം ഭൈരവനെ കണ്ട് തൊഴുതിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നടക്കാൻ ഈസി ആയിരിക്കും. അപ്പം ഞങ്ങൾ പിന്നെ റോപ്പ് വേ വഴി പോകുന്നതിൻ്റെ ആ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പിന്നെ കുറച്ച് വേറൊരു മലയിലോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്.
അവിടെ ചെന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചില മഴയുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചിന് എന്തെങ്കിലും പ്രശ്നമോ കാറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഹെലികോപ്റ്റർ നമ്മളെ വിളിക്കും. ചിലപ്പം മോൺസൂൺ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത് ബെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടൊരു മഴക്കോള് കണ്ടുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഭൈരവൻ്റെ അമ്പലം തൊഴുതിട്ട് അവിടെയും ക്യൂ ആയിരുന്നു. പക്ഷെ നമ്മളുടെ ഒരു കോൺസ്റ്റബിൾ പയ്യനുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കയറി തൊഴാനൊക്കെ പറ്റി. അങ്ങനെ ഞങ്ങൾ തൊഴുതു ഇറങ്ങി. എല്ലാവരോടും പറയുന്നത് വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണണം. ജമ്മു എന്ന് പറഞ്ഞാൽ ടെമ്പിൾ ഓഫ് പ്ലേസ് എന്നാണ്. ഒത്തിരി പുരാതന അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭൈരവൻ്റെ അവിടെ നിന്ന് എനിക്ക് ഒരു പൂജാരി എനിക്ക് തന്ന പ്രസാദമാണിത്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു ഇറങ്ങി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ഈ മഴ പെയ്യുന്ന കാരണത്താൽ. പക്ഷേ തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് കോഫിയുടെ എല്ലാ അറേഞ്ച്മെൻറ്റും ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മളൊരു ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. പയ്യെ ഞങ്ങൾ നടന്ന് വരുന്ന വഴിക്ക് ഞാൻ കാട്ടുകോഴിയെ കണ്ടു, അതുപോലെ തന്നെ ഒരു കുറുക്കനെ കണ്ടു, മാനെ, അങ്ങനെ. പിന്നെ ഈ ആൾക്കാർ ഇങ്ങനെ കല്ല് പറക്കി വെക്കുന്നില്ലേ, അത് ഈ നോർത്ത് ഇന്ത്യയിലെ എല്ലാ കാളി മന്ദിരങ്ങളിലും ഇങ്ങനെ കല്ല് പറക്കി വയ്ക്കുന്നത് വീട് പണിയുന്നതിനും കെട്ടിടങ്ങൾ പണിയുന്നതിനും വേണ്ടി അവരുടെ ഒരു നേർച്ചയാണിത്. അവർ വരുന്നവരെല്ലാവരും ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ അടുത്ത വർഷം വീട് പണിയുമെന്നാണ്. പിന്നെ ഭയങ്കര ഒരു എനർജി ആയിരുന്നു. ഞങ്ങളെല്ലാം തൊഴുതുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരൂടെ ശരിക്കും എൻജോയ് ചെയ്തു. ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ നമുക്ക് തിരിച്ച് കുറച്ച് ഇതുപോലെ 2.5 കിലോമീറ്റർ പിന്നെ നടക്കാനുണ്ടല്ലോ. അപ്പോൾ ലക്ഷ്മിക്കൊരു വടി ഒരാൾ നമ്മുടെ ഒരു കൊച്ചുപയും കൊടുത്തു. അവൾ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നല്ല വേഗതയിൽ നടക്കുകയാണ്. പക്ഷെ നല്ല വ്യൂസാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ വന്ന് കാണണം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഹെലിപാഡ്. നമുക്ക് അവിടെ വരെ ഇനി എത്തണം. താഴോട്ട് ഇറക്കമാണ്. അവിടെ വരെ എത്തേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ ഈ മാനയൊക്കെ കണ്ടത്. അങ്ങനെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി. അവിടെ എല്ലാം ഭക്തി നിർഭരമായ പാട്ടുകളും കാര്യങ്ങളും എല്ലാവരും ഇങ്ങനെ ജയ് മാതാദി പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും ഒരു ഭയങ്കര അനുഭവമാണ് കേട്ടോ. എല്ലാവരോടും ഞാൻ പറയുന്നു, വന്ന് കാണണം നിങ്ങൾ. പിന്നെ ഇതുപോലെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വരുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ട്രെയിൻ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. അതിനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ആരത്തിയുടെ ഒരു ഡെയിലി എല്ലാ ദിവസവും അമ്പലത്തിൻ്റെ സൈറ്റുണ്ട്. സൈറ്റിൽ നമുക്ക് ആരത്തി കാണാൻ പറ്റും. ശരിക്കും ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. ഇപ്പോൾ കാണാൻ പറ്റുന്നവർക്ക് കണ്ടു നോക്കൂ. ഫുൾ ദേവിയുടെ ഉള്ളിൽ ഫുൾ ഗുഹയും കാര്യങ്ങളും എല്ലാം കാണിക്കും. അവിടെ ആരത്തിയിൽ എന്തൊക്കെ നടക്കുന്നു അതെല്ലാം നമുക്ക് പുറത്തെ TV കൂടി കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ ഏകദേശം എല്ലാം ഞാൻ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണണം. ജമ്മു വൈഷ്ണോ ദേവിയെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് വേണം കാണാൻ. ബാക്കി കുറേ സ്ഥലങ്ങൾ ഇതുപോലെ കാണാനുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞങ്ങൾ വന്ന ഹെലികോപ്റ്ററാണ് ഇത്. നമുക്ക് അകത്ത് നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, ബൈ, സീ യു, ജയ് മാതാ ദി.